എന്ത് പറ്റി എന്റെ ചോട്ടുവിന്? ഗിലി 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 ഗുലു 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 ഗുലു. ഇന്നലെ മുതൽ അവന് ഒട്ടും തന്നെ സുഖമില്ല. അല്ല, നീ ഇതുവരെയായിട്ട് മരുന്നൊന്നും കൊടുത്തില്ലേ? മരുന്ന് കൊടുത്തു. ഡോക്ടർ പറഞ്ഞത് നാളേക്ക് ശരിയാകുമെന്നാ. സ്കൂളിലും പോകാൻ പറ്റും. പക്ഷെ പ്രശ്നം അതല്ല, ഹോംവർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നീ ഹോംവർക്കിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. ഹോംവർക്ക് ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. ഈ വീട് വൃത്തിയാക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ 10 ചെയ്തോളുന്നേ. ഇനി പുറത്തു പോയിട്ട് വല്ലത് മേടിക്കണമെങ്കിൽ അത് ഞാൻ മേടിച്ചോളാം. ഇതാണോ ഇപ്പൊ വലിയ കാര്യം? അതും ഞാൻ ചെയ്തോളാംന്നേ. മോട്ടുമാമന് രണ്ടും രണ്ടും എത്രയാണെന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഹോംവർക്ക് ചെയ്യുന്നത്? ഇല്ല, എന്റെ മോട്ടുമാമന് എന്തും ചെയ്യാൻ കഴിയും. മാമൻ എന്റെ ഹോംവർക്ക് ചെയ്തോളൂ, അല്ലേ മാമ? അതെ അതെ, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ഞാൻ തന്നെ നിന്റെ ഹോംവർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതാ പിടിക്കൂ അവന്റെ നോട്ട്ബുക്ക്. ഇതിൽ മാത്സ് ഹോംവർക്ക് എഴുതിയിട്ടുണ്ട്. ഒരു മാങ്ങയ്ക്ക് 2 രൂപ. അപ്പോൾ രാം 7 മാങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ കടക്കാരന് എത്ര പൈസ കൊടുക്കണം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് കണ്ടൂടെ ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? വലിയ ഷോ ഒന്നും കാണിക്കണ്ട. മാത്സിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ആളാ മാത്സിന്റെ ഹോംവർക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് താ, ഞാൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണ്. ഓക്കെ, ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണെങ്കിൽ അതെ, ഇതുവരെ ശരിയാണ്. ഇനി രാം 7 മാങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലായി. പക്ഷെ പ്രോബ്ലം ഇതാണ്, രാം ആ കടക്കാരന് എത്ര പൈസ കൊടുത്തു എന്ന്. എന്റെ ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാതെ ഈ ജോലി ചെയ്യാൻ അറിഞ്ഞൂടെ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? ഒരുപാടെന്നെ ശല്യപ്പെടുത്തുന്നു. നീ എന്നോട് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയുന്നു. എന്റെ വലിയേട്ടാ, ഏതോ ഒരു രാമൻ ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നു. 7 മാങ്ങ വാങ്ങിച്ച് അവൻ എന്റെ എല്ലാ സമാധാനം ഇല്ലാതാക്കിയിരിക്കുക. അവൻ 1 മാങ്ങ മാത്രം വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. 2 രൂപയുടെ 1 മാങ്ങ വാങ്ങിച്ചാൽ അതിന് 2 രൂപ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അവൻ 7 മാങ്ങ വാങ്ങിച്ചിട്ട് എന്റെ ജോലി ഇരട്ടിയാക്കി കളഞ്ഞല്ലോ. അവൻ കാരണം എനിക്കിപ്പോ എന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുക. അത് മാത്രമല്ല, എവിടെ തിരിഞ്ഞാലും ബഹളവാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ചോട്ടുപോന്റെ ഹോംവർക്ക് എങ്ങനെ ചെയ്യും? മോട്ടു, എന്റെ ചങ്ക, എന്റെ സഹോദര, ഇങ്ങനെ വിഷമിക്കരുത്. ഇതാ എല്ലാ ശബ്ദത്തിനുമുള്ള പരിഹാരം. ഇനി നിനക്ക് പുറത്തുള്ള ഒരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല. അപ്പുറത്തൊരു പഴയ സ്കൂളുണ്ട്, അവിടെ പോയി നീ ഹോംവർക്ക് ചെയ്യ്. അങ്ങോട്ടാരും വരികയുമില്ല.
വലിയേട്ടാ ഇപ്പോഴെനിക്കൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി ഞാൻ സമാധാനത്തോടെ ചെന്നിരുന്ന് ഹോംവർക്ക് ചെയ്യും. കൊള്ളാം, ഞാൻ ഈ പെണ്ണ് കൊണ്ട് തന്നെ ഹോംവർക്ക് ചെയ്തോളാം. മോട്ടു ആ പേന തിരിച്ചു വെക്ക്. റിസർച്ചിനുള്ള പേനയാണത്. തിരിച്ചു വെച്ചില്ലെങ്കിൽ എല്ലാം പൊട്ടി തെറിക്കിച്ചൊക്കെ. എന്നാ പിന്നെ എല്ലാം ഇങ്ങെടുത്തേക്കാം. ഇനി അഥവാ ഒരു പെണ്ണിലും മഷി തീർന്നു പോയാൽ നമുക്ക് അടുത്ത പെണ്ണ് ഉപയോഗിക്കാമല്ലോ. പൊളിച്ചെടുത്തല്ലോ മോട്ടു. ആ പെണ്ണ് തിരിച്ചങ്ങോട്ട് വെച്ചേക്കേ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഒരു മാങ്ങ വാങ്ങിച്ചാൽ അതിന് 2 രൂപ. 2, 2, 2, 4 രൂപ. 2, 3, 4, 5, 6, 7. എന്താ ചെയ്യാ? 1, 2, 3, 4. 2, 3, 4. 5, 6, 7. എത്രയും പെട്ടെന്ന് ഈ സ്കൂൾ അങ്ങ് അടിച്ചു പൊളിച്ച് നിരത്തി കളഞ്ഞേക്ക്. ഇവിടെ ഒരു പുതിയ സ്കൂൾ പണിയാൻ പോവാ. യെസ് സാർ. ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണ്. ഇവിടം വരെ എനിക്ക് നല്ലോണം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 7 മാങ്ങയ്ക്ക് എത്ര പൈസയാവും? അതായത് 7നെ 2 കൊണ്ട് ഹരിക്കണം. ഇനി അഥവാ മൈനസ് ചെയ്യേണ്ടി വരുമോ, അല്ല പ്ലസ് ചെയ്യേണ്ടി വരുമോ? യോ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പക്ഷെ എന്താ ചെയ്യേണ്ടത്? 2 മാങ്ങ. ഹലോ സാർ, നിങ്ങൾ അവിടെ എന്തായി ചെയ്യുന്നേ? 2 രൂപയ്ക്ക് ഒരു മാങ്ങയാണെങ്കിൽ 4 മാങ്ങയ്ക്ക്. നിങ്ങൾ ഇവിടെ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാൻ ചോട്ടുവിന്റെ ഹോംവർക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ദൈവം നിങ്ങളെ രക്ഷിച്ചെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ വലിയ പ്രശ്നമായേനെ. നിങ്ങൾ ഈ 4 പാടവും നോക്കിയേ. ചായക്കട ചേട്ടാ, ഞാൻ ചോട്ടുവിന്റെ ഹോംവർക്ക് ചെയ്യുവാണേ. നിങ്ങൾ എന്നെ ശല്യം ചെയ്യൊന്നുമില്ലല്ലോ? സത്യമായിട്ട് പറ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ സമോസ മാത്രം ചോദിക്കരുത്. പഴയ പറ്റു തീർക്കാതെ ഇനി സമോസ കിട്ടുമെന്ന് കരുതണ്ട. ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണെങ്കിൽ ഒരു മാങ്ങ 2 രൂപ. രണ്ട് രൂപയ്ക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. അയ്യോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങോട്ടാ പോവേണ്ടത്? ചോട്ടുവിന്റെ ഹോംവർക്ക് ഞാൻ എവിടെ ഇരുന്നാ ചെയ്യാ? എനിക്കൊരു സമൂസ തരുമോ? എങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. എന്നാ പിന്നെ കാട്ടിലെങ്ങാനും പോയി ഇരുന്ന് ഹോംവർക്ക് ചെയ്യേ. അവിടെ ആവുമ്പോ ആരും ശല്യം ചെയ്യില്ലല്ലോ. താങ്ക് യു ചായക്കട ചേട്ടാ, താങ്ക് യു. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് എന്താ സംഭവിക്കാന്ന്. അവിടെ നിൽക്ക്, നിന്നെ ഞാൻ വിടില്ല. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. എപ്പോ നോക്കിയാലും ചക്രാത്തിന് സമോസ തിന്നാൻ വരിക. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. നിക്കടാ, നിക്കടാ അവിടെ. എന്റെ സമോസ തിരിച്ചു തന്നിട്ട് പോടാ. എന്നെ പിന്നെ കണ്ടോളാം. ഇനി ഹോംവർക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. 1 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കണ്ടൂടെ, ഞാൻ ചോട്ടുവിന്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ കാട്ടിലാരും വരാത്തത്. ഓടിക്കോ, ഓടിക്കോ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചോട്ടുവിന്റെ ഈ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കും. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ വാനിനകത്തിരുന്ന് ഈ ഹോംവർക്ക് ചെയ്തോട്ടെ. പറ. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ.
നമ്മളെ സ്ഥിരമായിട്ട് ജയിലിൽ കൊണ്ടുവന്നിടുന്നവൻ സഹായം ചോദിച്ചാൽ നമ്മളത് ചെയ്യണമല്ലോ. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞു. എന്റെ ജോണെ, ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഈ ഹോംവർക്ക് ചെയ്യാനൊന്ന് അനുവദിക്കൂ. പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ജയിലിൽ പിടിച്ചിട്ടില്ല. അതെ, ഓക്കേ ഓക്കേ, ഇവനെ കൂട്ടിക്കൊണ്ടു പോകൂ. എന്നിട്ട് നമ്മുടെ വാലിൽ കയറ്റി ഇരുത്തൂ. ഓ, വെൽക്കം. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇന്നത്തോടെ ഞാൻ ഈ ബോട്ടിനെ ബോട്ടിലോട്ട് അയക്കും. ഇനി എന്നെ ജയിലിൽ ഇടാൻ ആരുണ്ട്? ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. പത്ലു, എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും ബഹളമാണ്. ഒരു സ്ഥലത്ത് സമാധാനമില്ല. ഞാൻ ചായക്കടയുടെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു സമൂസക്ക് 2 രൂപയാണ്. ഇപ്പൊ ഞാൻ 7 സമൂസ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എത്ര രൂപയാ കൊടുക്കേണ്ടത്? പത്ലു, 14 രൂപ. അല്ലാതെന്താ? അല്ല, ഇത് തന്നെയല്ലേ ചോട്ടുവിന്റെ ചോദ്യവും. മാങ്ങയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ സംശയം വന്നത്. ഇനി എല്ലാ ചോദ്യത്തിലും സമൂസ നമുക്ക് കൊണ്ടുവരാം. ഇനി സമാധാനത്തോടെ ചെന്ന് ഹോംവർക്ക് ചെയ്യട്ടെ. അതെ അതെ, അതും നമ്മുടെ വീട്ടിൽ. സമൂസയുടെ കണക്കാണെങ്കിൽ ഇവന് എത്ര കോടികളുടെ കണക്കാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Watch India's largest kids library only on Jio Hotstar. Download the app now.